രാഹുൽ സഭയിലെത്തിയപ്പോൾ പുറത്ത് കാവലൊരുക്കുകയാണ് ഷാഫി പറമ്പിൽ. കെപിസിസി യോഗത്തിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്ത ഷാഫിയുടെ മറ്റൊരു മുഖം കൂടിയാണ് മാധ്യമങ്ങൾ ഇന്ന് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ മാധ്യമങ്ങളെ വലിച്ചുകീറി ഒട്ടിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഇംഗ്ലീഷിലും പറയാമെന്നാണ് രാഹുൽ മങ്കോട്ടത്തിൽ വിഷയത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മൈക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഷാഫി പറഞ്ഞത്. കോടതി KSU പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ചും കയ്യാമം വെച്ചും കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി ഷാജഹാനെതിരെ സസ്പെൻഷൻ നടപടി ഇത് പോരാ എന്നാണ് ഷാഫി പറയുന്നത്. സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ഷാജഹാൻ ഒരു ഏരിയ സെക്രട്ടറിയെ പെരുമാറുന്നതിലും മോശമായ രാഷ്ട്രീയ പക്ഷപാതത്തോടെയാണ് ഇടപെട്ടത്. കൊടിസുനയ്ക്ക് 2 എണ്ണം വീശാനും ടച്ചിങ്സും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളാണ് KSU പ്രവർത്തകരെ മുഖം മൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോയത്. തീവ്രവാദികളെ പോലെയാണ് KSU പ്രവർത്തകരെ പോലീസ് മുഖം മൂടി അണിയിച്ചതെന്നും ഷാഫി പറയുകയാണ്. കേരള പോലീസ് പെരുമാറുന്നത് പാർട്ടി ഗുണ്ടകളെ പോലെയാണെന്നും ഷാഫി ആരോപിച്ചു. ഷാജഹാനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന 3 KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ നാളെയാണ് വടക്കാഞ്ചേരി കോടതി പരിഗണിക്കുന്നത്. SFI പ്രവർത്തകരിൽ നിന്നും മർദ്ദനമേറ്റ് തൃശൂർ കോർപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴിയെടുക്കാൻ കേസെടുക്കാനോ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ്. അതിനിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി. ജിജേഷിനെയും ജയിലിലെത്തി. ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെയുള്ള KSU നേതാക്കളെയും കണ്ടു കഴിഞ്ഞു. മുള്ളൂർക്കരയിലെ SFI KSU സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരെ കൊടും കുറ്റവാളികളെ പോലെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHOയുടെ നടപടി വലിയ വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു. FIR-ൽ പേരുള്ള പ്രതികളെ എന്ത് തിരിച്ചറിയാൻ പരേഡ് നടത്താൻ വേണ്ടിയാണ് മുഖം മൂടി ധരിപ്പിച്ചത് എന്ന് കോടതിയും ചോദിച്ചിരുന്നു. ഷാജഹാനോട് വിശദീകരണം തേടാൻ പോലീസ് നിർദ്ദേശവും നൽകി. അതേസമയം KPCC നേതൃയോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ വിട്ടുനിൽക്കുന്നു എന്നാണ് വിവരം. മുൻ KPCC നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഭാരവാഹി യോഗത്തിൽ നിന്നാണ് ഷാഫി വിട്ടുനിൽക്കുന്നത്. അതേസമയം ഷാഫി തൃശൂരിലെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് SIR സംസ്ഥാന നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യം, രാഹുൽ മങ്കോട്ടത്തിനെതിരായ ആരോപണങ്ങൾ, VD സതീഷിനെതിരെ സൈബർ ആക്രമണം, വയനാട് DCSിലെ പ്രശ്നം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ നിന്നാണ് ഷാഫി വിട്ടുനിൽക്കുന്നത്. ഷാഫി രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഷാഫിയുടെ തീരുമാനം. ഷാഫിയുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ മലയാളത്തിലായിരുന്നല്ലോ, ഇനിയിപ്പോ ഇംഗ്ലീഷിൽ വേണമെങ്കിലും ഞാൻ പറയാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞിട്ട് അതല്ല, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദ്യത്തിൽ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചു. എന്നോട് എന്താ ചോദിച്ചത്? താങ്കൾ എന്നോട് ഞാൻ മറുപടി ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദിച്ചത് സ്പെസിഫിക് ആയി തന്നെ ചോദിച്ചു. എന്തുകൊണ്ട് KPCCയിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല? വളരെ സ്പെസിഫിക് ആയി ഞാൻ മറുപടി പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ KPSTയുടെ മറുപടി, ഒരു ചോദ്യം, ഒരു സെക്കൻഡ്, എന്നോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ, ഞാൻ അപ്പുറത്ത് നിൽക്കാം, മൈക്ക് എൻ്റെ തന്നാൽ മതി. അതല്ല എന്റെ പ്രതികരണം വേണ്ടതെങ്കിൽ ഇപ്പൊ എന്നോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾ ഇന്ന് KPCയിൽ പങ്കെടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് KPC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന KPSTയുടെ സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. നിയമസഭാ സമ്മേളനം കൂടെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അദ്ദേഹം ചുമതലപ്പെടുത്തിയ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഞാൻ ഇന്ന് സുഹിത്തിന്റെ കല്യാണത്തിലും പങ്കെടുത്ത് നേരെ കാസർകോട്ടേക്കാണ് പോകുന്നത്. സംസ്ഥാന ജാഥയാണ്. KPCയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അതിൽ പങ്കെടുക്കണം. ഞാൻ MLA അല്ലാത്തതുകൊണ്ട് എന്നെയാണ് അതിന് ചുമതലപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞ ശേഷവും പിന്നെ അതേ ചോദ്യം തന്നെ അവിടെ തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി പറയാം? രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് അല്ല, അതിന് എന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടിയാണെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം.